എല്ലാവരും റെഡി ആയിട്ടിരുന്നോളി. നമ്മളെ കേരളയിൽ കൂടി ട്രെയിന് പോകുന്നുണ്ട്. ഏതാനും നിമിഷം ട്രെയിന് പോകും. അപ്പോ എല്ലാവരും ട്രെയിൻ പോകുന്ന കണ്ടോളിട്ടാ. 39 ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പെട്ടെന്നെത്താം. കാസർഗോഡ് നിന്ന് ഈ രാവിലെ പണിക്ക് പോകുന്ന സുഖമാണ്. ഒരു ട്രെയിൻ പെട്ടെന്ന് വരികെത്താം. ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല. നേരെ കണ്ണൂരിൽ നിൽക്കുക. എല്ലാവർക്കും സുഖമായിട്ട് പോയിട്ട് വരട്ടാ. ഇനി എത്ര വേണം? 20 മിനിറ്റ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ട്രെയിൻ വരും. എന്തൊക്കെ ബസ് കിട്ടുന്നതിന് എത്ര വേണം? എത്ര മണിക്കൂർ വേണം? ഇപ്പോ പാച്ചേരിക്കുന്ന ഒരു ബസ്സിന് തളിപ്പ പോകണമെങ്കിൽ എത്ര സമയം വേണം? എത്ര കാത്തിരിക്കണം? 1/2 മണിക്കൂർ. എത്രയും കൊണ്ടു ഇത് കയറി നിന്ന് 20ാമത്തെ മിനിറ്റിൽ വരും. കേരളത്തിൽ എന്തൊക്കെയാ വന്നിട്ടുണ്ട്, അതിനൊക്കെ തളർത്തുന്ന ആൾക്കാരാണ്. പരിപാടി കുറെ ആൾക്കാരെ ഓരോ 20 മിനിറ്റിലും കാര്യമില്ലാതെ കുറെ ആൾക്കാര് കാസർഗോഡ് പരിപാടി ഇപ്പൊ എന്തായി? 3 മണിക്കൂർ 54 മിനിറ്റ്. അല്ലാതെ ഒരു കാര്യമില്ല. തിരുവനന്തപുരത്തും. അപ്പൊ കൊച്ചിയിലേക്കുള്ള ദൂരത്തിലായിരിക്കും. ഇവിടുന്ന് കൊച്ചിക്ക് പോകണം. പണ്ടെല്ലാം കൊച്ചിക്ക് പോവാന്ന് പറഞ്ഞാൽ തന്നെ വലിയ പണിയാണ്. നേരെ കണ്ണൂരിൽ നിന്ന് കൊച്ചിക്ക് 1.5 മണിക്കൂർ കൊച്ചിയിലെത്തി. ഇവിടുന്ന് ചായ കുടിച്ച് പോവാ. അവിടെ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് പരിപാടി കൊച്ചിയിൽ നിന്ന് കേരളത്തിന്റെ ഏതറ്റം വരെയും നമുക്ക് പോകാനുള്ള സൗകര്യം. 50 കൊല്ലത്തിന്റെ വളർച്ചയാണ് നമ്മൾ കേരളയിലൂടെ കണ്ടത്. കാരണം ഗവൺമെന്റ് അധികാരത്തിൽ വന്നിരിക്കുന്നു. ഇനി ഇതേപോലെ മുന്നോട്ടേക്ക് പോയാൽ നമ്മളെ കാര്യം പോക്കാണ്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തൊക്കെ പോയി അപ്പം വെക്കുന്നവർക്ക് വരെ സുഖമായിട്ട് കാസർഗോഡ് നിന്ന് അപ്പമായിട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് അവിടെ നിന്ന് അപ്പം വിട്ടിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേന് വരിക എത്തിയിട്ട് വരിക ചെയ്യാം. എന്താ അല്ലേ? മര്യാദക്ക് KSRTC കൊടുക്കാൻ കുഴപ്പമില്ലാത്ത അവരാണ് കേരളയിലൂടെ നിൽക്കുന്നത്. കാണി ഏതൊക്കെ എന്ത് ചാതി മനുഷ്യന്മാരാണല്ലോ ഇവരൊക്കെ. നല്ല പറഞ്ഞു സർ, വെരി ഗുഡ്. എന്ത് കാര്യണ്ട് ഇതിലൊക്കെ. അപ്പൊ എല്ലാരും കേരളത്തിൽ കൂടി പോവാന് റെഡിയായി നിന്നോളി. ട്രെയിൻ ഇപ്പൊ തിരഞ്ഞെടുത്ത് നിർത്തും. 20 മിനിറ്റ് കഴിഞ്ഞാൽ ഓരോ സ്റ്റോപ്പൊന്നും വണ്ടി ഉണ്ടാവും. അപ്പൊ ഞാനും ബസ്സിന് പോണ്ട. ബസ്സൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങള് കേരളയിലെ ട്രെയിനാണ്, സിൽവർ ട്രെയിനാണ് കയറിക്കോണി. അതാകുമ്പോ സുഖമായിട്ട് പാട്ടും പാടി എത്തണോടത്ത് എത്താം നമുക്ക്. അങ്ങനൊക്കെ എല്ലാരും സുഖന്നല്ലേ മക്കളെ? കണ്ടോളി. എന്താണ് പറഞ്ഞ കുത്തുമ്പോ നോക്കി കുത്തണം. ആർക്കെങ്കിലും കുത്തിയിട്ട് കാര്യമില്ല. നല്ലവർക്ക് കുത്തണം. ഭരിക്കാൻ അറിയുന്നവർക്ക് കുത്തണം. എന്താ ചെയ്യ? കൊറേ സിൽവർ ലൈനിന്റെ പിന്നാരാണ്. അതൊന്നും ആയില്ല. കൊറേ അപ്പം കൊണ്ടിടന്നു. അതും ചെലവായില്ല. എന്നാ ശരി, കണ്ടില്ല എല്ലാരും. അപ്പൊ എല്ലാരും ഒന്ന് കണ്ടിട്ടേ ആലോചിച്ചിട്ട് കാരണം തീരുമാനിച്ചാണ്ട് നമുക്ക് ഒരു 10 മാസത്തിനുള്ളിൽ 10 മാസമൊക്കെ കഴിഞ്ഞാല് നമുക്ക് അടുത്ത ഇലക്ഷൻ വരും. അപ്പോ കണ്ടറിഞ്ഞ് വോട്ട് ചെയ്യാ, അത്ര പറയാനുള്ളൂ. ആർക്കാണ് നല്ലതെന്ന് വെച്ചാൽ അവർക്ക് വോട്ട് ചെയ്യാം. ജനങ്ങൾക്ക് ആർക്കും ഉപകാരമുള്ളത് അവർക്ക് വോട്ട് ചെയ്യാം. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞതെന്ന് വെച്ചാല് എല്ലാരും അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മനസ്സിലായില്ല? എന്നാ ശരി, അസ്സലാമു അലൈക്കും. കേരളയിൽ വരും കേട്ടോ, അതിന് യാതൊരു സംശയമില്ല. 39 ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന്
കാസർഗോഡേക്ക്, 39 ട്രെയിൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക്. ഒരു ട്രെയിനിനും ടിക്കറ്റൊന്നും ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല. നേരെ